ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമം ഇന്ന് സമാപിക്കും. ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടായേക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകളും സർക്കാർ പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈ ദിവസമാണ് നിർണായകമായ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുള്ളത്. എന്തൊക്കെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, കേരള നിക്ഷേപ ആഗോള ഉച്ചകോടിയുടെ രണ്ടാം ദിവസം, അതായത് അവസാന ദിവസമാണ് ഇന്ന്. വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ തന്നെയാണ് നമ്മുടെ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ രാജ്യം മുഴുവൻ കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ നിക്ഷേപ സംഗമം ഉച്ചകോടി നടക്കുന്ന ലുലു ഹയാത്ത് ഹാളിലാണ്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല 26 രാജ്യങ്ങളിൽ നിന്നായി 2600ഓളം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള ഒരു വിശേഷത കൂടി ഈ ഉച്ചകോടിക്കുണ്ട്. കൂടാതെ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ രാജ്യത്തെ യുവാക്കൾക്കും ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കൊക്കെ ജോലി കൂടുതൽ ലഭിക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അദാനി ഗ്രൂപ്പ് അടക്കമുള്ള ഗ്രൂപ്പുകൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ 30,000 കോടി രൂപയുടെ പ്രഖ്യാപനമാണ് അദാനി ഗ്രൂപ്പ് നടത്തിയത്. അവർക്ക് അദാനി ഗ്രൂപ്പിന് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പ് 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിരൺ അദാനി ആയിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. ഒപ്പം തന്നെ 5,000 കോടി രൂപ അത് കൊച്ചിയിൽ തന്നെയാണ് 5,000 കോടി രൂപ കൊമേഴ്ഷ്യൽ ഹബിനായി മാറ്റിവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടി രൂപയുടെ അധിക നിക്ഷേപം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ആസ്റ്റർ ഗ്രൂപ്പാണ്. അതായത് ആരോഗ്യരംഗത്ത് വലിയ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആസ്റ്റർ ഗ്രൂപ്പ് 850 കോടി രൂപയുടെ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആരോഗ്യ മേഖലയിലടക്കം വലിയ പ്രഖ്യാപനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കൂടാതെ തെലങ്കാന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലടക്കം 6 ഇടങ്ങളിലാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തുടങ്ങാൻ ഇവർ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഭക്ഷ്യ സംസ്കരണ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ ലുലു ഗ്രൂപ്പ് മേധാവി MA യൂസഫ് അലി അദ്ദേഹം കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മണ്ഡലത്തിന് വേണ്ടി ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല നിരവധി ഡെലിഗേറ്റുകൾ ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. ഏതായാലും ചാണ്ടി ഉമ്മനോട് കൂടി കാര്യങ്ങൾ അദ്ദേഹത്തോടു കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നിക്ഷേപ സംഗമത്തിൻ്റെ അവസാന ദിവസം എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മന് എങ്ങനെയുണ്ട് ഈ ഉച്ചകോടി? എങ്ങനെയുണ്ട്? നന്നായി പോകുന്നു. വലിയ പ്രതീക്ഷയുണ്ട്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. അപ്പച്ചൻ മുഖ്യമന്ത്രി ആയിരുന്നു, ആ സമയത്തെ കാര്യങ്ങളാണോ അങ്ങ് ഉദ്ദേശിച്ചത്? അല്ല, അദ്ദേഹം അതേപോലെ 2003 ഇവിടെ ഒത്തിരി എഫേർട്ട് എടുത്തു. പക്ഷെ അതിന് ഒരു രാഷ്ട്രീയ സാഹചര്യം പൊരുത്തപ്പെട്ട് വന്നില്ല. ഇന്ന് ആ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പഴയതൊക്കെ പരാജയമായിരുന്നു എന്നുള്ളതാണോ? പരാജയപ്പെടുത്തിയതല്ലേ. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ പഴയതൊന്നും ആവർത്തിക്കരുതെന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷെ ഇത്തവണ എന്തായാലും അങ്ങനെ ആയിരിക്കില്ല. ഇത്തവണ എങ്ങനെയുണ്ട്? വലിയ പ്രതീക്ഷയാണോ? അത് വളരെ നല്ല പ്രതീക്ഷയാണ്. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഒരു പൊതു ചിന്താഗതി, ഒരു നെഗറ്റീവ് ചിന്താഗതിയുണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളത്. ഞാനൊരു പ്രവാസി മലയാളിയാണ്, പ്രവാസി ബിസിനസ് സംരംഭകനും കൂടെയാണ്. പക്ഷേ ഞാൻ ടൂറിസത്തിലാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. വയനാട്ടിൽ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശരിയല്ല എന്ന് ആക്ച്വലി കാണിച്ചു തന്നു. പ്രോബ്ലമൊന്നുമില്ല. വളരെ നന്നായിട്ട് കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഒരു ലക്ഷറി റിസോർട്ട് ഞങ്ങൾ വയനാട്ടിൽ കൊണ്ടുപോകുന്നു.
എൻ്റെ പേര് TN കൃഷ്ണകുമാർ. നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഗവൺമെൻറ്. അത് തന്നെയാണ് ലക്ഷ്മി. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ കൂടുതൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഡെലിഗേറ്റ്സ് ഒട്ടുമിക്ക ആളുകളും പങ്കുവയ്ക്കുന്നത്. അവർക്കെല്ലാം തന്നെ ഉറപ്പുണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമെന്നുള്ളത്. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലതാണ്, നല്ല പ്രതീക്ഷയാണ്. നല്ല പ്രതീക്ഷയാണ്. അതുതന്നെയാണ് എല്ലാവർക്കും ഈ ഡെലിഗേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭപ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത്. സാർ, എങ്ങനെയുണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം ഉച്ചകോടികൾ സഹായിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കുറച്ചും കൂടെ നന്നാവാമായിരുന്നു എന്നതിലേക്ക് തോന്നി. ഇന്ന് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പക്ഷേ കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കുറേ പ്ലാൻസും പദ്ധതികളും ഉണ്ട്. വളരെ നന്നായി തോന്നുന്നു. വിദേശത്ത് നിന്നടക്കമുള്ള ആളുകൾ എന്താണ് പറയുന്നത്? 2-3 നല്ല ഇൻവെസ്റ്റേഴ്സ് ഫോറം ലൈക്ക് ഉമൽകോയിൻ്റെ ഡെലിഗേറ്റ്സിനെ കണ്ടു, കനേഡിയൻ ടീമിനെ കണ്ടു, കൊറിയ എന്നുള്ള ടീമിനെയൊക്കെ കണ്ടു. വളരെ ഇൻട്രസ്റ്റിംഗ്. നല്ല പ്രതീക്ഷ. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുമോ? തീർച്ചയായിട്ടും. ഞാൻ IBIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സാബൂറീസാണ്. ഇത് നിക്ഷേപകർക്കും ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും പറ്റിയ ഒരു വേദി അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഉണ്ടാകട്ടെ. കൂടുതൽ ഇൻവെസ്റ്റേഴ്സും എല്ലാം നിക്ഷേപകർ ഇവിടെ കേരളത്തിലേക്ക് വരട്ടെ. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വൈകിട്ടത്തെ പ്രഖ്യാപനം, സമാപന സമ്മേളനത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരിക്കുകയാണ്. ഏതൊക്കെ നിക്ഷേപകരായിരിക്കും കേരളത്തിലേക്ക് എത്തുക, എന്തൊക്കെയായിരിക്കും കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപങ്ങൾ, ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. സഹിന ആന്റണിയാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.